എന്താ നീ കാണിക്കുന്നേ? അമ്മ ആരോടും പറയാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. സഞ്ജു, അവരൊക്കെ തിരിച്ചു ചെല്ലുമ്പോ അമ്മ അവിടെ ഇല്ല. ആരാ നിന്നോട് പറഞ്ഞ? ഞാൻ അമ്മുനെ വിളിച്ചപ്പോ ഫോൺ എടുത്തത് ശ്രീദേവി അമ്മയാ. ഒരു കത്തെഴുതി വെച്ചിട്ട് അവള് പോയിരിക്കുന്നത്. നമുക്ക് ഉടനെ അമ്മുനെ കണ്ടുപിടിക്കണം. പ്ലീസ് സഞ്ജു, കാറിലൊന്ന് കയറ്. എന്റെ അനിയത്തെ ഇറങ്ങിപ്പോയത്. വാ സഞ്ജു. എന്താടി, സങ്കടം അടക്കാൻ കഴിയുന്നില്ല നിനക്ക്? നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടല്ലോ, അതുപോലെ. അയ്യോ, പക്ഷേ കേവലം ഒരു ജോലിക്കാരി പെണ്ണ് പോയതിന് എന്റെ അനിയത്തി ഇങ്ങനെ സങ്കടപ്പെടുന്നത് കാണുമ്പോ എനിക്ക് വിഷമം തോന്നില്ലേ? എന്റെ വിഷമം മാറ്റാൻ കവിതേച്ചിക്ക് കഴിയില്ല. കവിതേച്ചിക്ക് അമ്മ ഒരു അടുക്കളക്കാരി പെണ്ണായിരിക്കും. പക്ഷെ എനിക്ക് അമ്മ അങ്ങനെയല്ല. എനിക്കതറിയാലോ. അമ്മ പോയത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് നിനക്കാണല്ലോ. അടുക്കള ജോലികൾ മുഴുവൻ നിന്റെ തലയിലായി. ഷോ, നീ ഒന്ന് വിശ്രമിച്ചു വരികയായിരുന്നു. ഇപ്പൊ എല്ലാം നിന്റെ തലയിലായി. കവിതേച്ചി ഒന്ന് പോകുന്നുണ്ടോ? നിന്റെ പ്രശ്നത്തിന് എനിക്കൊരു പരിഹാരം കാണണ്ടേ? നീ വിഷമിക്കണ്ടടി കാവേരി. നമുക്കേ ഒരു വൃത്തിയും വെടിപ്പുള്ള ഒരു സർവന്റിനെ വയ്ക്കാം. അങ്ങനെ ഒരാൾ വന്നാ നിന്റെ പ്രശ്നം അങ്ങ് തീരുമല്ലോ. അമ്മുനെ ഞാൻ കണ്ടതേ ഒരു സെർവന്റ് ആയിട്ടല്ല. അമ്മുന്റെ വിടവ് നികത്താൻ ആർക്കും കഴിയില്ല. എന്തിനാ കവിതേച്ചി അമ്മുന്റെ നന്മകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത്? കണ്ണടച്ചു പിടിച്ചിരിക്കുന്നത് നീയും ഈ വീട്ടുകാരുമാ. വെറും ഒരു വീട്ടുപണിക്കാരിയുടെ നിലയിൽ അവൾ ഈ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ എനിക്ക് അവൾക്കെതിരെ തിരിയേണ്ട കാര്യമുണ്ടോ? ഈ കുടുംബത്തിൽ എവിടെയെല്ലാം വേരിറക്കാമോ അവിടെയൊക്കെ അവൾ കടന്നു ചെന്നു. അച്ഛൻ, അമ്മ, ശ്രീദേവി, നീ എന്ന് വേണ്ട എല്ലാവരും അവൾക്ക് വശം കെട്ടു. അതിന് മാത്രം ആരാ ആ പെണ്ണ്? അതിനുള്ള അർഹത അവൾക്കുണ്ടായിട്ട് തന്നെ. അർഹതയുള്ളത് മാത്രമേ നല്ലൊരു കുടുംബത്തിൽ വേര് പിടിക്കൂ. എന്തർഹതയാ അവൾക്കുള്ളത്? ഈ കുടുംബവുമായി ഒരു ബന്ധവും ആ പെണ്ണില്ല. എവിടെ നിന്നോ ശ്രീകുട്ടിയുടെ ദേഹത്ത് കൂടിയ ഒരു ബാധ അതവൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു തന്നു. അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കുകയായിരുന്നു. കവിതേച്ചിയോട് തർക്കിക്കാൻ ഞാനില്ല. ആഹ്ലാദം മനസ്സിലടക്കാൻ കഴിയാതെ അത് പ്രകടിപ്പിക്കാൻ എന്നെ തേടി വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. നീയും ഇവിടെ ഉള്ളവരും അമ്മു ആരാണെന്ന് കുറച്ചു കാലം കൂടി കഴിയുമ്പോഴേ തിരിച്ചറിയൂ. ഭാഗ്യം അതിനിട വരുത്താതെ അവള് പോയി. കവിതേച്ചി, ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. നീ എന്നെ പരിഹസിച്ചതാണല്ലേ? അല്ല, അവള് വന്നതും പോയതും അവളെ അറിയാത്തവർ എപ്പോഴും മനസ്സിലാക്കാതെ തന്നെ ഇരിക്കട്ടെ. അമ്മു ഏതോ ഒരു പെണ്ണ്. ഈ കുടുംബത്തിന് ഒരു ദോഷവും വരുത്താതെ അവള് തിരിച്ചുപോയി. അവള് പോയതിൽ സങ്കടപ്പെടുന്നവരും സന്തോഷിക്കുന്നവരും ഇവിടെ ഉണ്ട്. ആ രണ്ട് വികാരങ്ങളും എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ വീട്ടുകാർക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ദൈവം അവളെ ഇവിടെ കൊണ്ടുവന്നത്. കാണിച്ചു തന്നിട്ട് ദൈവം തന്നെ അവളെ തിരിച്ചു കൊണ്ടുപോയി. ഇവളെയൊക്കെ സമാധാനിപ്പിക്കാമെന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. ഒരു സന്തോഷത്തിന് ശേഷം കേട്ടത് ഇങ്ങനൊരു വാർത്തയായി പോയല്ലോ സഞ്ജു. ഇതിനു വേണ്ടിയാണോ അമ്മ ഇത്ര നാൾ കാത്തിരുന്നത്? സച്ചിയുടെ കല്യാണത്തിന് പോകാനായി അവളോട് യാത്ര പറയുമ്പോ ചേച്ചി പോയിട്ട് വന്ന് എന്നോട് പറഞ്ഞത്. ചേച്ചി പോയിട്ട് വരുമ്പോ ഞാനിവിടെ ഉണ്ടാവും.
ഉണ്ടാവില്ലെന്ന് അവള് മനസ്സിൽ പറഞ്ഞിരുന്നോ? ഒരു ഭംഗി വാക്കായിട്ടാണെങ്കിലും ഉള്ളിലൊന്ന് ഒളിപ്പിച്ചു വെച്ച് ചിരിച്ചോണ്ട് പറയാൻ എന്റെ അനിയത്തിക്ക് എങ്ങനെ മനസ്സ് വന്നു? അമ്മൂനെ എനിക്ക് മനസ്സിലാവുന്നില്ല സഞ്ജു. താലി കെട്ടി കൂടെ കൊണ്ടുവരുമ്പോ അവൾ എന്നോട് കാണിച്ചു തന്നെയാ ഇപ്പൊ സ്വാതിയോടും ചെയ്തിരിക്കുന്ന. സഞ്ജു എന്തെങ്കിലും ഒന്ന് പറ. അമ്മു എവിടെ പോയെങ്കിലും എനിക്ക് അവളെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. അമ്മ ഒരു കത്തെഴുതി വെച്ചിട്ടാ പോയെന്നല്ലേ പറഞ്ഞത്? കത്തിലുള്ളത് എന്താന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിന്ന് എന്തെങ്കിലും സൂചന കിട്ടിയാലോ? ജോലി കിട്ടി പോയതാണെന്ന് അങ്ങനെ ഒരു ആഗ്രഹം അവൾക്ക് ഉണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ? ഇതേ ആവശ്യവുമായി അവൾ എന്നെ കാണാൻ വന്നത് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. എന്നെ പിരിഞ്ഞ് ജീവിക്കാൻ അവൾക്ക് എങ്ങനെ തോന്നി? എന്റെ സ്നേഹത്തിന് അവൾ ഒരു വിലയും കൽപ്പിച്ചില്ലേ? നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാ സ്വാതി അവൾ സ്വയം ഒഴിഞ്ഞു പോയത്. നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കെ. ഓരോരുത്തർക്കും അവരുടേതായ സ്വകാര്യതകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആരോടും പറയാതെ അവൾ പോവൂ. അമ്മൂന്ന് സഞ്ജു ന്യായീകരിക്കുവാണോ? അതെങ്ങനെ ന്യായീകരണമാവും? ഞാൻ കരുതുന്നത് അവൾ ലക്ഷ്യം വെച്ച സ്ഥലത്തെത്തിയിട്ട് നിന്നെ വിളിക്കുമെന്നാ. നീ തടയുമെന്ന് കരുതിയിട്ടാവും നിന്നെ അറിയിക്കാതെ പോയത്. അവളെ ഞാൻ ഒരിടത്തും നിർത്തില്ല. എന്റെ കൺവട്ടത്തിന്റെ അനിയത്തി ഉണ്ടായിരിക്കണം. സഞ്ജു കാറൊന്ന് വേഗം വിട്. അവള് ഫോൺ എടുക്കുന്നത് പോലും ഇല്ല. ലക്ഷ്മിക്ക് എന്നോട് പറയായിരുന്നു അവൾക്ക് വേണ്ട സംരക്ഷണം ഞാൻ ഉറപ്പുവരുത്തുമായിരുന്നു. ലക്ഷ്മി എനിക്ക് കണ്ടുപിടിക്കണം. ഇനി അതല്ല, അവള് ചെന്നെത്തിയത് ജീവിക്കാൻ പറ്റിയ സ്ഥലത്താണെങ്കിൽ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. ദിനേശൻ വന്നു. എന്തെങ്കിലും സൂചന കിട്ടിയോ ദിനേശ? ഇല്ല. അമ്മ പോയിരിക്കുന്ന അതിരാവിലെയാ. റോഡിലുള്ള എല്ലാ കടകളിലും ഞാൻ അന്വേഷിച്ചു. ഈ ചുറ്റുവട്ടത്തുള്ള ആരും ബാഗുമായി ഒരു പെൺകുട്ടി പോകുന്നത് കണ്ടിട്ടില്ല. ഒരു ജോലി കിട്ടി പോകുന്നെന്ന് ഒരു കത്ത് എഴുതി വെച്ചിട്ടാ ദിനേശ് അവള് പോയത്. അപ്പൊ പ്ലാൻ ചെയ്തിട്ടാണല്ലേ അവൾ സ്ഥലം വിട്ടത്. ആ എന്നിട്ടാ ഞാനും വല്യച്ഛയും കൂടെ അവളെ അടിച്ചോടിച്ചു എന്ന് ഇവിടെ ചിലരൊക്കെ പറഞ്ഞത്. ദിനേശൻ പറയും പോലെ പ്ലാൻ ചെയ്ത് അവള് പോയതെങ്കി വെളുപ്പിന് അവളെ കൊണ്ടുപോകാൻ വണ്ടി വന്നിട്ടുണ്ടാവും. എന്തൊക്കെ ഊഹാപോഹങ്ങളാ ദൈവമേ നിങ്ങളെ പറയുന്നത്. അമ്മൂനങ്ങനെ ആരുമില്ല. അവളുടെ ഭർത്താവിന്റെ കൂടെ അവള് പോയതെന്ന് ദയവ് ചെയ്ത് ആരും പറയരുത്. അത് ഞാനും വിശ്വസിക്കില്ല. ഭർത്താവല്ല അവളെ കൊണ്ടുപോയത്. അവള് പോയത് തനിച്ച് തന്നെയാ. അത് ഭർത്താവിനെ ഒന്ന് ചുറ്റിക്കാനും വേണ്ടിയാ. അല്ല, സഞ്ജുവിന് വിവരം അറിയിച്ചോ? ഞാൻ അറിയിച്ചിട്ടുണ്ട്. ആ, സഞ്ജുവിനെ അവളെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാര്യങ്ങളുടെ കിടപ്പുവശം അങ്ങനെയല്ലേ? ശ്രീകുട്ടിക്ക് വേണ്ടി അവനത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സത്യത്തിൽ സഹതാപോ എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉള്ളവരുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ ഇനി മംഗലശ്ശേരി വീട് മുന്നോട്ട് പോവില്ലെന്ന് തോന്നും. വീട് മുന്നോട്ട് തന്നെ പോകും. പക്ഷെ അവിടെ പോയതോടുകൂടി ഈ വീട്ടിലുണ്ടായിരുന്ന ചൈതന്യം അസ്തമിച്ചു പോയി. ഒരടുക്കളക്കാരി പെണ്ണാണോ ഈ വീടിന്റെ ചൈതന്യം? പൂർവികന്മാരുടെ വീരകഥകൾ അയവിറക്കുന്ന അച്ഛന് നാണമില്ലേ സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചിങ്ങനെ പറയാൻ? കവിതേ, നീ അതിര് കിടക്കുന്നു. അതിര് കടത്തിവിട്ട് പറയിപ്പിക്കല്ലേ അച്ഛൻ. എവിടെ നിന്നോ വന്നൊരു പെണ്ണ് അച്ഛന് സഞ്ജുവിനെ ശ്രീകുട്ടിയും പോലെ കൊച്ചുമകളായി. വല്യേച്ചു ചോദിച്ച ചോദ്യത്തിന് ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? ആരാ അവളുടെ ഭർത്താവ്? ഒന്നാം തരം കള്ളിയാണ് അവൾ എന്നതിന് ഏറ്റവും വലിയ തെളിവാ സ്വന്തം പേര് മാറ്റി പറഞ്ഞത്. നാട്ടിൽ അവളുടെ പേര് ലക്ഷ്മി, വിളിപ്പേര് ലച്ചു. വീട്ടുകാര് പോലും അമ്മു എന്നുള്ള പേര് കേട്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ അവൾ അമ്മുവായി?
അത് ശ്രീകുട്ടി വിളിച്ച പേരൊന്നും അല്ല. അവളുടെ പേര് അമ്മു എന്നറിഞ്ഞാണ് ശ്രീകുട്ടി മരിച്ചുപോയ അനിയത്തിയുടെ പേരായി കണ്ട് അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ. സ്വന്തം ഐഡന്റിറ്റി പോലും ഒളിപ്പിച്ചു വെച്ച ഒരു പെരുങ്കള്ളിയ തറവാടിന്റെ മാലാഖയായി വാഴ്ത്തുന്നത്. ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഈ കുടുംബത്തിൽ വേറെ എന്താ ഉള്ളേ? നിർത്തടി. ഈ കുടുംബത്തിൽ ഒരു ദുരന്തം ഉണ്ടെങ്കിൽ അത് നീ തന്നെയാണടി. എന്തൊക്കെ ക്രൂരതകളാ നീ അവളോട് ചെയ്തത്. തിളച്ച വെള്ളം മുഖത്തൊഴിച്ച പിശാചാ നീ. എന്നിട്ടും അവൾ സഹിച്ചു. പോകാനൊരിടമില്ലാത്തത് കൊണ്ട് മാത്രം അവൾ ഇവിടെ നിന്നു. അതുകൊണ്ട് മാത്രം ഞാൻ എന്നും ജീവിച്ചിരിക്കുന്നു. പൂജാമുറിയിൽ ദൈവങ്ങൾക്ക് മുന്നിൽ നിലവിളക്ക് തുളച്ചു കയറി തീരേണ്ടവനായിരുന്നു ഞാൻ. അമ്മു എങ്ങനെ എന്റെ കൊച്ചുമോള എന്ന് ഇതിൽ കൂടുതൽ ഞാൻ വിശദീകരിക്കണോ? എനിക്കവൾ ലക്ഷ്മിയോ അമ്മുവോ ആരും ആയിക്കോട്ടെ, എനിക്കവൾ മാലാഖ തന്നെ. അവളുടെ ഐഡിയ അന്വേഷിക്കുന്നവരൊക്കെ കേട്ടോ? ആരോ അടിച്ച് തലകീറി മരിക്കാൻ കിടന്ന അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ച സിസ്റ്റർ എഴുതി ചേർത്ത പേരാ അമ്മു. എന്നോട് അത് അവള് പറഞ്ഞിട്ടുണ്ട്. കള്ളപ്പേരിൽ നിന്ന് ഒന്നും നേടാനല്ല അവളോട് നിന്നത്. അവളുടെ കുടുംബത്തിലെ ഒരു ദുഷ്ടനെ പേടിച്ചിട്ടാണ്. നീയൊക്കെ എന്റെ മക്കളായി പിറന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്റെ കൊച്ചുമക്കൾ നിങ്ങളെക്കാൾ എത്രയോ ഉയരെയാണ്. നിങ്ങൾക്കുള്ള ഗുണം അവർക്ക് കിട്ടാതെ പോയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. സന്തോഷമുണ്ട്. അച്ഛൻ അസലായിട്ട് തന്നെ സംസാരിച്ചു. പക്ഷേ അത് സുഖിച്ച ചിലരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ സംസാരിക്കുന്നത് അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ പിറന്നതിന്റെ ഗുണം കൊണ്ട് മാത്രമാ. പിന്നെന്താ നിന്റെ ഗുണങ്ങൾ നിന്റെ മകൾക്ക് കിട്ടാതെ പോയത്? ശ്രീകുട്ടിക്ക് ഒരു കുറവേ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങളൊക്കെ എനിക്ക് എങ്ങനെ മക്കളായോ അതുപോലെ നീ അവൾക്ക് അമ്മയായിപ്പോയി. അതടി അച്ഛൻ തന്നെയാ പറയുന്നത്. എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞു പോയതാ ശ്രീകുട്ടിക്കുണ്ടായ ഏക കുറവ്. ഈ അപമാനം സഹിച്ച് ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഈ വീട്ടിൽ മുകുന്ദേട്ടന്റെ മറപറ്റി ഒരുത്തി വന്നപ്പോ ഇറങ്ങിപ്പോയവളാ ഞാൻ. ഇപ്പൊ മറ്റൊരു പെണ്ണ് കാരണം ഞാനത് ആവർത്തിക്കുന്നു. അന്നും ഇന്നും അച്ഛൻ ഒരു മനസ്സ് തന്നെയായിരുന്നു. മക്കൾക്ക് നേരെ മുഖത്തിരിക്കുന്ന ഒരച്ഛൻ. എല്ലാം കൈവിട്ട് പോയല്ലോ എന്റെ ദൈവമേ. അവൾ ഇപ്പൊ ഇവിടെ ഒന്ന് പോവും. ഇതെന്തൊരു വിധിയാ. ആരും പേടിക്കണ്ട, വല്യേച്ചി എങ്ങും പോവില്ല. ഞാൻ സംസാരിക്കാം. നീ എന്റെ കൂടെ വരണ്ട. വല്യേച്ചി മണ്ടത്തരം കാണിക്കരുത്. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ശ്രീദേവിയുടെ മുമ്പിൽ വെച്ച് അച്ഛന്റെ ഈ നാണം കെടുത്തല് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ആ പെണ്ണിന്റെ കയ്യിൽ ഈ കുടുംബത്തെ ഒന്നാകെ തകർത്ത് കളയാൻ പോകുന്ന വെടിമരുന്നുണ്ട്. അച്ഛനും ശ്രീദേവിയും അവളുടെ പക്ഷത്ത. അതെന്താണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. വല്യേച്ചി അവളെ പേടിക്കണം. വല്യേച്ചി ഈ സമയം ഇവിടം വിട്ട് പോയാൽ ശ്രീകുട്ടിയുടെ ജീവിതം അതോടെ തകർന്നടിയും. സഞ്ജു അമ്മുവിനെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. അമ്മുവിന്റെ ചെപ്പടി വിദ്യയിൽ കഥ അറിയാതെ ആട്ടം കാണുകയാണ് അച്ഛൻ. വല്യേച്ചി എടുത്തു ചാടി പോകരുത്. ദിനേശൻ വാക്കിന് വിലയില്ലാത്തവനെന്ന് കരുതി ഞാൻ പറയുന്നത് നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. അമ്മു ഇവിടെ തിരിച്ചെത്തരുത്. അതിനുള്ള കരുക്കള നമ്മൾ മൂന്നുപേരും ചേർന്ന് ഇവിടെ കളത്തിൽ ഇറക്കേണ്ടത്. ദിനേശൻ പറയുന്നത് നമ്മൾ കേൾക്കണം.
എന്താ പ്രകാശേട്ടാ, ഇപ്പൊ തന്നെ അവൾ ആകെ തകർന്ന മട്ടില്ല. ഞാനെല്ലാം പറഞ്ഞതല്ലേ. ശരി, ഞാൻ പറയാം. എല്ലാം ഒന്ന് സ്പീഡപ്പ് ആക്ക്. എന്താ മോളെ അവൻ പറഞ്ഞത്? പണം ട്രാൻസ്ഫർ ചെയ്യാതെ പ്രകാശേട്ടൻ അവിടെ നിന്ന് പുറപ്പെടാൻ കഴിയില്ലെന്നാ പറയുന്നത്. അല്ലെങ്കിൽ ഉടനെ ഡൽഹിക്ക് വീണ്ടും പോവേണ്ടി വരുമെന്ന്. ഇനി എന്ത് പറഞ്ഞാ കുട്ടിയെ സമാധാനിപ്പിക്കും? അമ്മ വാ. അമ്മു, പ്രകാശേട്ടൻ എത്താൻ 3-4 ദിവസത്തെ താമസം കൂടെ ഉണ്ട്. ട്രെയിൻ പിടിക്കാതെ ഫ്ലൈറ്റിൽ വരാന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോകുന്ന കാര്യം സിസ്റ്റർ ചോദിക്കുന്നത് ഞാൻ കേട്ടു. എന്താ പ്രകാശേട്ടൻ പറഞ്ഞത്? നിന്റെ വിഷമം കണ്ടപ്പോ ഞാൻ പാടില്ല എന്ന് കരുതിയതാണെങ്കിലും ചോദിച്ചു പോയതാ. അമ്മ കരുതുന്ന പോലെ സേഫായ താമസ സ്ഥലമൊന്നും കിട്ടില്ലെന്നാണ് പ്രകാശേട്ടൻ പറയുന്നത്. ലയത്തിലൊന്നും അമ്മുവിനെ താമസിപ്പിക്കാനൊന്നും പ്രകാശേട്ടൻ തയ്യാറല്ല. നിനക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ പ്രകാശേട്ടൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇനി നിന്നെ ആരും അന്വേഷിച്ചു വരില്ല മോളെ. നീ നിന്റെ ഇഷ്ടത്തിന് ജോലി കിട്ടി പോയെന്നല്ലേ നീ കത്തിലൂടെ അവരെ അറിയിച്ചത്? വീട്ടിൽ നിന്ന് കുട്ടിയെന്ന നിലയ്ക്ക് അവർക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അവർക്ക് നീ ആരുമല്ല. പക്ഷെ എന്റെ ചേച്ചി അങ്ങനെയല്ലമ്മേ. എന്നെ അനിയത്തെ പോലെയല്ല, അനിയത്തിയായിട്ടാ ചേച്ചി കാണുന്നതും സ്നേഹിക്കുന്നതും. ഒരു കല്യാണത്തിന് പോയിരിക്കുക ചേച്ചി. ഇതുവരെ ആരും ചേച്ചി വിവരം അറിയിച്ചിട്ടുണ്ടാവില്ല. സിസ്റ്റർക്ക് അറിയാൻ ചേച്ചി. ഉറപ്പായിട്ടും ചേച്ചി ഇവിടെ വരും. നീ എന്തിനാ കുട്ടി പേടിക്കുന്നത്? ആ വീട്ടിൽ നിൽക്കാൻ പ്രയാസമുള്ള കാര്യം നീ അവളോട് പറയണം. ഇറങ്ങിപ്പോരാനല്ലേ പ്രയാസമുള്ളൂ. ഇറങ്ങിപ്പോന്ന നിലയ്ക്ക് ഇനി എന്ത് പേടിക്കാനാ? സ്വാതിയോട് നീ മനസ്സ് തുറന്ന് സംസാരിക്കണം. സത്യത്തിൽ ഒരു ഒളിച്ചോട്ടല്ല വേണ്ടത്. ചേച്ചി മുന്നിൽ വന്ന എനിക്ക് ഒന്നിനും പറ്റാതായി പോവും. ചേച്ചിയെ കാണുന്നതോടെ എന്റെ ഈ ധൈര്യമൊക്കെ ചോർന്നു പോവും. ചേച്ചി വന്നാ പിന്നെ സംസാരവും പറച്ചിലും ഒന്നും ഉണ്ടാവില്ല. ചേച്ചി എന്നെ കൊണ്ടുപോവും. അനുസരണയോടെ കൂടെ പോവാൻ എനിക്ക് കഴിയൂ. പ്രകാശേട്ടൻ എത്തുന്നത് വരെ ചേച്ചിയുടെ കണ്ണിൽ പെടാതെ കഴിയാൻ എനിക്കൊരു സ്ഥലം കണ്ടെത്തി തരാൻ സിസ്റ്റർക്ക് കഴിയോ? അതൊന്നും സാധ്യമായ കാര്യമല്ലമ്മോ. നീ ആരാന്നൊക്കെ പറയണ്ടേ? അമ്മ ധൈര്യമായിട്ടിരിക്കും. ഇനി സ്വാതി വന്നാലും അമ്മ നയത്തെ കൈകാര്യം ചെയ്തോളും. നീ അകത്ത് പോയിരിക്കും മോളെ. നിന്നെ ഇവിടെ നിന്ന് ആരും പിടിച്ചോണ്ട് പോവില്ല. ആ ഉറപ്പ് ഞാൻ തരാം. ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിക്കട്ടെ. എന്താ ഇങ്ങനെ സന്തോഷായിട്ടിരിക്കെ? നൊമ്പരം പോലെ പറയാതെ നിന്നുള്ളിൽ വിങ്ങിടും നോവോ നീയും കൂടെ താരാട്ട് പോലെ എങ്കിലും ദൂരെ അലിയാതെ ഇന്നീ കാർമേഘം പോൽ പെയ്തൊഴിയാനായി കാത്തേ നിൽപ്പൂ. ഇന്നും കാത്തേ നിൽപ്പൂ. നോവിലാഴ്ന്നേ നിൽപ്പൂ. വീട്ടുകാരോട് പറയാതെ അവൾ ഇറങ്ങി പോയതെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയതായിരിക്കും.